നമസ്കാരം, 𝗩𝗶𝗱𝗃𝗀 പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സഞ്ജയ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രീ ആയിട്ടൊരു ലോഗോ, ഇതുപോലൊരു ലോഗോ നമ്മുടെ വെബ്സൈറ്റിന് വേണ്ടി എങ്ങനെ ഡിസൈൻ ചെയ്യാം, അതുപോലെ തന്നെ അത് നമ്മുടെ വെബ്സൈറ്റിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ലോഗോ ഡിസൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ സോഫ്റ്റ്വെയറുകളോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ജസ്റ്റ് ഒരു ഫ്രീ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്തിട്ട് സിമ്പിളായിട്ട് ഡിസൈൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യണതെന്ന് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ലോഗോ ഡിസൈൻ ചെയ്യാനായിട്ട് നമ്മൊരു വെബ്സൈറ്റിലേക്ക് ആദ്യം കയറണം. അപ്പോൾ ഗൂഗിളിൽ കയറിയിട്ട് ഫ്രീ ലോഗോ ഡിസൈൻ ഒന്ന് സെർച്ച് ചെയ്യാം. ഫ്രീ ലോഗോ ഡിസൈൻ സെർച്ച് ചെയ്യുമ്പോൾ ഈ ഫസ്റ്റ് വന്നേക്കണ വെബ്സൈറ്റില്ലേ, ലോഗോ മേക്കർ 𝗓𝗏𝗏 എന്നുള്ള വെബ്സൈറ്റ്, അതിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് കയറാം. ഓക്കെ, അപ്പോൾ വെബ്സൈറ്റ് ലോഡായിട്ടുണ്ട്. ഇനി ഇവിടെ എൻ്റർ യുവർ കമ്പനി നെയിം എന്നുള്ള കൊടുത്ത് നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേരെന്താണോ അത് കൊടുക്കുക. ഞാൻ 𝗔𝗹𝗄𝗆 കൊടുക്കണം. അതുപോലെ ഇവിടെ നിങ്ങളുടെ കാറ്റഗറി എന്താണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ വെബ്സൈറ്റ് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണോ അത് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ കമ്പ്യൂട്ടർ എന്നുള്ള ഈ ഒരു ഇത് സെലക്ട് ചെയ്യാണ്. എന്നിട്ട് ഗെറ്റ് സ്റ്റാർട്ടഡ് അടിച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ കണ്ടോ, കുറേ ലോഗോസ് ലോഡായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ലോഗോ സെലക്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ആ ലോഗോൻ്റെ കളറും കാര്യങ്ങളും നമുക്ക് മാറ്റാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ലോഗോ സെലക്ട് ചെയ്യണം. അതിനായിട്ട് ഇവിടെ ചൂസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ലോഗോ എഡിറ്റ് ചെയ്യാനുള്ള പോർഷൻ. ഇപ്പോൾ എനിക്ക് ഇതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ മാറ്റണമെങ്കിൽ, എനിക്കിപ്പോൾ ഈ ടെക്സ്റ്റിൻ്റെ കളർ മാറ്റണമെങ്കിൽ ടെക്സ്റ്റ് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ റൈറ്റ് സൈഡിൽ കണ്ടോ കളർ എന്നുള്ള ഓപ്ഷൻ, അവിടെ ചെന്ന് എനിക്ക് കളർ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനൊരു ഡാർക്ക് ബ്ലൂ കളർ സെറ്റ് ചെയ്യണം. ഓക്കെ, ഇത് എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. അപ്പോൾ ഞാനത് സെലക്ട് ചെയ്തു. ഇനി അതുപോലെ അതിൻ്റെ ഔട്ട്ലൈൻ നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ ഇതുണ്ടോ, ഔട്ട്ലൈനും നിങ്ങൾക്ക് ഇവിടെ മാറ്റി കൊടുക്കാം. ഞാൻ ഇതിൻ്റെ ഔട്ട്ലൈൻ ഒന്നും ചെയ്യണില്ല, അതുകൊണ്ട് ഈ ഒരു ബട്ടൺ കണ്ടില്ല, അത് നിൽക്കിക്കഴിഞ്ഞാൽ ട്രാൻസ്പെറൻറ്റ് തന്നെ മാറും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇതിൻ്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യണം. ഫോണ്ട് ചേഞ്ച് ചെയ്യാനായിട്ട് ഇവിടെ ഫോണ്ട് എന്നുള്ള ഓപ്ഷൻ ഇല്ലേ റൈറ്റ് സൈഡിൽ, അതൊന്ന് സെലക്ട് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണ്ട് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പർട്ടിക്കുലർ ഫോണ്ട് ഉണ്ടെങ്കിൽ ഇവിടെ സെർച്ച് ചെയ്തും കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഫ്യൂച്ചറിസ്റ്റിക് എന്നുള്ള സെലക്ട് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഫോണ്ട് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യണം. ഞാനിത് ഈ ഒരു ഫോണ്ട് സെലക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ലോഗോൻ്റെ കളർ ചേഞ്ച് ചെയ്യാനായിട്ട് ആ ലോഗോ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് റൈറ്റ് സൈഡിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ കണ്ടോ കളറും അതിൻ്റെ ഔട്ട്ലൈനും വന്നിട്ടുണ്ട്. കളറ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമുള്ള കളറ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സോളിഡ് ആയതുകൊണ്ട് ഒരൊറ്റ കളറായിരിക്കും കംപ്ലീറ്റ്. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഗ്രേഡിയൻറ്റ് പോലെ വന്നെങ്കിൽ ഇവിടെ ലീനിയർ എന്നുള്ളത് കണ്ടോ, സെലക്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഒരു സൈഡിൽ വന്നിട്ടില്ലേ. അതേസമയം രണ്ട് സൈഡിൽ നിന്ന് വന്നെങ്കിൽ ഇവിടെ റേഡിയൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ലീനിയറിൽ ഒരു ബ്ലൂ കളർ സെലക്ട് ചെയ്യണം. ഓക്കെ, ഇത് എനിക്ക് ഓക്കെ തോന്നി ഉണ്ടോ. അപ്പോൾ നമ്മുടെ ലോഗോ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേഞ്ചസ് വരുത്തി സെറ്റാക്കാം. ഇനി ഇത് എല്ലാം റെഡി ആയി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഇവിടെ മേളിൽ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഡൗൺലോഡ് ആയിട്ടില്ല, അത് സേവ് ആയിട്ടുണ്ട്. ഈ സിസ്റ്റത്തിൽ സേവ് ആയി. ഇനി ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു പ്ലാൻ ചൂസ് ചെയ്യണം നമ്മൾ. അപ്പോൾ ലോ റെസൊല്യൂഷൻ്റെ ആണെങ്കിൽ കണ്ടോ 200 pixel/200 എന്നുള്ളൊരു ഇതാണ് കിട്ടുന്നത്. അതേസമയം നിങ്ങൾക്ക് കൂടിയ റെസൊല്യൂഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് പർച്ചേസ് ചെയ്യേണ്ടി വരും. പക്ഷേ നമ്മുടെ വെബ്സൈറ്റിലേക്ക് ആയതുകൊണ്ട് ഇത് മതി. ജസ്റ്റ് വെബ്സൈറ്റിലെ ലോഗോ മാത്രം സെറ്റ് ചെയ്യാനാണെങ്കിൽ ഇത് മതി. അതുകൊണ്ട് ഞാൻ ഇത് സെലക്ട് ചെയ്യണം. ഡൗൺലോഡ് എന്നുള്ള ഈ ബട്ടൺ എന്നിട്ട് ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് ഇവിടെ നമ്മുടെ പേരും അതുപോലെ തന്നെ ഇമെയിൽ അഡ്രസ്സും കൊടുക്കണം. ഞാൻ 𝗔𝗹𝗄𝗆 എന്ന് കൊടുത്തു. എന്നിട്ട് ഇമെയിൽ അഡ്രസ്സ് ഓക്കെ, ഇമെയിൽ അഡ്രസ്സും കൊടുത്തിട്ട് ഡൗൺലോഡ് കൊടുക്കാം. ഡൗൺലോഡ് മൈ ലോഗോ. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ ലോഗോ ഡൗൺലോഡായി വന്നിട്ടുണ്ടോ, ലോഗോ ഡൗൺലോഡായി വന്നിട്ടുണ്ട്. എന്നിട്ട് ഇനി നമുക്കിത് നമ്മുടെ വെബ്സൈറ്റിലേക്ക് ഇടണം. നമ്മുടെ വെബ്സൈറ്റിലേക്ക് ഇടാനായിട്ട് നമ്മുടെ വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യാം. ആദ്യം 𝗔𝗹𝗄𝗆𝗀. ഞാൻ ഓൾറെഡി ഡാഷ്ബോർഡിലേക്ക് ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് അഡ്മിൻ ബാർ കാണുന്നത്. ഇനി ഞാൻ ഡാഷ്ബോർഡ് എടുക്കണം.
ഓക്കെ, ഡാഷ്ബോർഡ് എടുത്തിട്ട് ഇവിടെ മീഡിയാസിൽ ആഡ് ന്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇവിടെ ഈ സെലക്ട് ഫയലിൽ നമ്മുടെ ലോഗോ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ലോഗോ. ഇതിന് മുമ്പ് ഞാൻ ചെയ്ത ലോഗോ ആണിത്. ഞാനിത് സെലക്ട് ചെയ്തു, എന്നിട്ട് ഓപ്പൺ ഫയൽ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടെ അടിയിൽ നോക്കുകയാണെങ്കിൽ ഇത് അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയാസിൽ ജസ്റ്റ് ഒന്ന് ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലോഗോ വന്നിട്ടുണ്ട് ഇല്ലെന്നാണ്. കണ്ടോ, ഇവിടെ നമ്മുടെ ലോഗോ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലോഗോ. ഇത് ഞാൻ അതിന് മുന്നേ അപ്ലോഡ് ചെയ്ത ലോഗോ ആണ് ജസ്റ്റ് ട്രയൽ ചെയ്ത് നോക്കിയത്. അത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാണ്. ഇതാണ് നമ്മൾ ഇപ്പോൾ അപ്ലോഡ് ചെയ്തത്. ഇനി ഇത് നമ്മുടെ വെബ്സൈറ്റിലേക്ക് എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നേരെ ഇവിടെ അപ്പിയറൻസിൽ കസ്റ്റമൈസ് എന്നുള്ള ഓപ്ഷനില്ലേ, അത് ക്ലിക്ക് ചെയ്യാം. ഞാനതൊരു ന്യൂ ടാബിൽ ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഹെഡർ ബിൽഡർ ഇല്ലേ, അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്തിട്ട് ലോഗോ എന്നുള്ള ഓപ്ഷനില്ലേ, അത് ക്ലിക്ക് ചെയ്യാം. കണ്ടോ, ഇവിടെ നമ്മുടെ ഡിഫോൾട്ടായിട്ട് കിടക്കേണ്ട ഞാൻ ഇതിനു മുന്നേ ചെയ്ത ലോഗോ ആണ് ഇത്. ഇത് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ചേഞ്ച് ലോഗോ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാനാണ് ഓപ്ഷൻ വന്നേക്കുന്നത്. നമുക്കിവിടെ മീഡിയ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തുകൊണ്ട് മീഡിയ ലൈബ്രറി ചെന്നിട്ട് ഇത് സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സെലക്ട് എന്നുള്ള ബട്ടൺ നിൽക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് ക്രോപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇതിൻ്റെ ഫുൾ സൈസ് വേണം, ഞാൻ കംപ്ലീറ്റ് സൈസ് സെലക്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ ക്രോപ്പ് ഇമേജ് കൊടുക്കുക, അല്ലെങ്കിൽ സ്കിപ്പ് ക്രോപ്പിംഗ് കൊടുത്താലും മതി. ഞാൻ സ്കിപ്പ് ക്രോപ്പിംഗ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഇനി ഇതൊന്ന് പബ്ലിഷ് ചെയ്തിട്ട് ഞാനിവിടെ റീഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, പബ്ലിഷ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ വെബ്സൈറ്റ് ഒന്ന് കയറി നോക്കാം, 𝗔𝗹𝘄𝗆𝗆𝐶h. ഓക്കെ, കണ്ടോ, അപ്പോൾ നമ്മുടെ ലോഗോ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ നമ്മുടെ വെബ്സൈറ്റിൽ ഒരു ലോഗോ കസ്റ്റമർ ലോഗോ ഡിസൈൻ ചെയ്യണതും ഫ്രീ ആയിട്ട് ഡിസൈൻ ചെയ്യണതും അത് നമ്മുടെ വെബ്സൈറ്റിൽ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ചെറിയൊരു വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഡൗട്ടുകളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ ഡൗട്ട് കാര്യങ്ങൾ ചോദിക്കാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.